വേദവിചാരം എന്ന ഈ പരമ്പരയിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. സ്നേഹിയാകുന്ന സ്വർഗീയ പിതാവിൻ ദൈവമേ, വേദവിചാരം എന്ന പരമ്പരയിലൂടെ മറ്റൊരു എപ്പിസോഡിൽ തിരുസന്നിധിയിലേക്ക് കടന്നു വരുവാനും തിരുവചനങ്ങളെ ധ്യാനിപ്പാനും അങ്ങ് ഒരുക്കിയിരിക്കുന്ന ഈ മുഖാന്തരത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു. ഈ കേൾക്കുന്ന വചനയുടെ ആത്മീയ ജീവിതത്തിൽ അനുഗ്രഹത്തിന് മുഖാന്തരമായി തീരണമേ. ഈ വചനം കേൾക്കുന്ന എല്ലാ മക്കളെയും വചനം പ്രഘോഷിക്കുന്ന അടിയനെയും കരങ്ങളിൽ സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവ് തന്നെ എൻ്റെ നായകനായിരിക്കുകയും പരിശുദ്ധാത്മ നിറവിൽ രചിക്കപ്പെട്ട ഈ വചനം ആത്മനിറവിൽ സംസാരിപ്പാൻ അടിയനോട് കൂടെ ഇരിക്കുകയും ചെയ്യണമേ. തിരുനാമം മഹത്വപ്പെടുവാൻ അങ്ങ് സഹായിക്കണമെന്ന് യേശുവിനകത്ത് ഉപേക്ഷിക്കുന്ന പ്രാർത്ഥന പിതാവ് കേൾക്കണമേ. ആമേൻ. ഇന്ന് നമ്മുടെ ചിന്തയ്ക്കായി എബ്രായ ലേഖനം 12-ാം അധ്യായം 15-ാമത്തെ തിരുവചനം, ഹീബ്രൂസ് ചാപ്റ്റർ 12 വേഴ്സ് 15. ആരും ദൈവകൃപ വിട്ട് പിന്മാറാതിരിക്കുവാനും ഏതെങ്കിലും കയ്പുള്ള വേരുമുളച്ച് കലഹമുണ്ടാക്കി അനേകർ അതിനാൽ മലിനമാകാതിരിക്കുവാനും സൂക്ഷിച്ചുകൊള്ളുവിൻ. ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കൃതാൽപ്രിയ സഹോദരങ്ങളെ, ഒരു വ്യക്തി ദൈവകൃപയിൽ ജീവിക്കുക എന്നുള്ളത് ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മറ്റ് ഏത് കാര്യങ്ങളേക്കാൾ അനുഗ്രഹപ്രദമാണ്. എന്തെന്നാൽ ഈ ലോകത്ത് നാം സമ്പാദിച്ച ഒക്കെയും ഭൗതികമായ എല്ലാ സമ്പാദ്യങ്ങൾ, അനുഗ്രഹങ്ങൾ ഈ ലോകത്ത് നാം വിട്ടിട്ട് പോകേണ്ടവരാണ്. എന്നാൽ ദൈവകൃപയിൽ ജീവിക്കുന്ന ഒരു വ്യക്തി ദൈവകൃപയോടുകൂടി അവൻ്റെ ജീവിതം അവസാനിപ്പിക്കുമ്പോൾ അവൻ ദൈവത്തിലേക്ക് കടന്നു ചെല്ലുന്നത് വലിയ പ്രാഗൽഭ്യമുള്ളവനായിട്ടാണ്. അപ്പോൾ ദൈവകൃപയിൽ ആകുന്ന ഒരു വ്യക്തി ആ ദൈവകൃപയിൽ നിലനിൽക്കുകയും വളരുകയും ചെയ്യുമ്പോൾ അവൻ്റെ ജീവിതം എത്രയേറെ അനുഗ്രഹമാണ് എന്ന് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. 14-ാമത്തെ തിരുവചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: എല്ലാവരോടും സമാധാനത്തിൽ വർത്തിച്ച് വിശുദ്ധി പ്രാപിക്കുവാൻ ഉത്സാഹിക്കുവിൻ. വിശുദ്ധി കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. അതിനുശേഷമാണ് ദൈവകൃപ വിട്ടു പിന്മാറാതിരിക്കുവാനും ഏതെങ്കിലും കയ്പുള്ള വേരുമുളച്ച് കലഹമുണ്ടാക്കി അനേകർ അതിനാൽ മലിനമാകാതിരിക്കുവാനും സൂക്ഷിച്ചുകൊള്ളുവിൻ എന്ന തിരുവചനം നാം വായിക്കുന്നത്. അപ്പോൾ ഈ ലോക ജീവിതയാത്രയിൽ നമ്മുടെ സമാധാനം നഷ്ടപ്പെടുന്ന അനേക സന്ദർഭങ്ങൾ ഒരാത്മീയ ജീവിതത്തിലും ഒരു ജഡീകൻ അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റേതാകുന്ന ജീവിതം നയിക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിലും ഉണ്ടാകും. എന്നാൽ അപ്രകാരമുള്ള സാഹചര്യങ്ങളിൽ എങ്ങനെ നാം പ്രതികരിക്കണം, എങ്ങനെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. നാം പലപ്പോഴും ദൈവകൃപയിലായിരിക്കുമ്പോൾ നാം ആയിരിക്കുന്ന ആ ദൈവകൃപയിൽ നിന്ന് നമ്മെ വീഴ്ത്തുവാൻ, ദൈവത്തിൽ നിന്ന് നമ്മെ അകറ്റുവാൻ എപ്പോഴും പിശാച് പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. കാരണം അവൻ ഉൽപ്പത്തി മുതൽ അവൻ്റെ പ്രവർത്തനങ്ങൾ അങ്ങനെയായിരുന്നു. ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവരെ, ദൈവത്തോടു കൂടെ നടക്കുന്നവരെ ദൈവത്തിൽ നിന്ന് അകറ്റുവാനുള്ള പരിശ്രമമാണ് എപ്പോഴും അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ദൈവകൃപയിലായിരിക്കുന്ന ഒരു വ്യക്തിയെ ആ ദൈവകൃപയിൽ നിന്ന് മാറ്റുവാൻ, ദൈവത്തിൽ നിന്ന് അകറ്റുവാൻ അവൻ ഉപയോഗിക്കുന്ന തന്ത്രങ്ങളിൽ ഒന്നാണ് സമാധാനം നഷ്ടപ്പെടുത്തി അവിടെ മറ്റൊരന്തരീക്ഷം സൃഷ്ടിക്കുക എന്നുള്ളത്. ഇവിടെ നാം വായിച്ചു, എല്ലാവരോടും സമാധാനത്തിൽ വർദ്ധിച്ച് വിശുദ്ധി പ്രാപിക്കുവാൻ ഉത്സാഹിക്കുവിൻ. അപ്പോൾ സമാധാനത്തിൽ വർദ്ധിക്കുക എന്ന് പറയുമ്പോൾ സമാധാനം നഷ്ടപ്പെടുത്തുന്ന പല സന്ദർഭങ്ങളും നമ്മുടെ ജീവിതത്തിലുണ്ടാകാം. മറ്റുള്ള വ്യക്തികൾ നമ്മോട് ഇടപെടുന്നത്, പ്രവർത്തിക്കുന്നത്, നമ്മെ ദുഃഖിപ്പിക്കുന്നത്, നാം ചെയ്യാത്ത കുറ്റങ്ങൾ നമ്മുടെ മേൽ ആരോപിക്കുന്നതൊക്കെയും സമാധാനം നഷ്ടപ്പെടുത്തുന്ന സാഹചര്യങ്ങളിലേക്ക് നയിക്കപ്പെട്ടേക്കാം. എന്നാൽ അവിടെ ആ സാഹചര്യങ്ങളിലും ദൈവകൃപയിൽ നാം നിലനിൽക്കുമ്പോൾ മാത്രമേ
ഈ വിശുദ്ധിയിൽ വളരുവാൻ നമുക്ക് കഴിയുകയുള്ളൂ. അതോടൊപ്പം തന്നെ ഇവിടെ നാം വായിച്ചു, ആരും ദൈവകൃപ വിട്ടു പിന്മാറാതിരിക്കുവാനും ഏതെങ്കിലും കയ്പുള്ള വേര് മുളച്ച് കലഹമുണ്ടാക്കിയ അനേകർ അതിനാൽ മലിനമാകാതിരിക്കുവാനും സൂക്ഷിച്ചുകൊള്ളുവിൻ. കയ്പുള്ള വേര് മുളച്ചു എന്ന് പറയുമ്പോൾ എന്താണ് ഇത് ഉദ്ദേശിക്കുന്നത്? ദൈവവചനം നാം പഠിക്കുമ്പോൾ ജീവിതത്തിൽ കയ്പേറുന്ന സാഹചര്യങ്ങൾ പലപ്പോഴും ഉണ്ടാകും. ആ കയ്പേറുന്ന സാഹചര്യങ്ങളെ നാം മനസ്സിൽ അത് ക്ഷമിക്കാതെ മുമ്പോട്ട് പോകുമ്പോൾ ഉണ്ടാകുന്നൊരവസ്ഥയാണ് അത് ഒരു വേര് മുളച്ച് അതൊരു വൃക്ഷമായി തീരുന്ന ഒരു സാഹചര്യത്തിലേക്ക്, അല്ലെങ്കിൽ ഇവിടെ നാം വായിച്ചു കയ്പുള്ള വേര് മുളച്ച് കലഹമുണ്ടാക്കി. അപ്പോൾ ഇപ്രകാരമുള്ള കയ്പേറുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ അത് മനസ്സിൽ നാം അത് വെച്ചുകൊണ്ട് മുമ്പോട്ട് പോവുകയാണെങ്കിൽ അത് വലിയ പ്രയാസങ്ങളിലേക്ക് നയിക്കപ്പെടുകയും ദൈവകൃപയിൽ നിന്ന് നാം അകന്നു പോകുവാനുള്ള സാഹചര്യം അതുവഴി സൃഷ്ടിക്കപ്പെടുകയും ചെയ്യും എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പോൾ ഇവിടെ നാം വായിക്കുമ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നാം ഇവിടെ കാണുന്നുണ്ട്. ഒന്ന്, ബിറ്റർനെസ് അല്ലെങ്കിൽ കയ്പുള്ള സാഹചര്യങ്ങൾ, കയ്പ് ഉള്ള പ്രവർത്തനങ്ങൾ മറ്റുള്ളവരിൽ നിന്നുണ്ടാകുമ്പോൾ നാം അതിനെ ക്ഷമിക്കുവാൻ കഴിയാതെ മുമ്പോട്ട് പോകുമ്പോൾ, നമുക്കത് നമ്മുടെ മനസ്സിൽ നിന്നത് മാറ്റുവാൻ കഴിയാതെ മുമ്പോട്ട് പോകുമ്പോൾ അതാണ് ഈ കയ്പേറിയ അവസ്ഥയിൽ അത് മുളച്ച് വേര് മുളയ്ക്കുന്നത് പോലെ അത് നമ്മുടെ മനസ്സിൽ കിടന്ന് മുളച്ച് അത് പാപത്തിലേക്ക് നയിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടാം എന്ന് നാം മനസ്സിലാക്കണം. പലപ്പോഴും നമ്മൾ ചുറ്റുപാടുകളിലേക്ക് നോക്കുമ്പോൾ അനേക കുറ്റകൃത്യങ്ങൾ നടത്തുന്നത് ഇപ്രകാരമാണ്. എന്തെങ്കിലും പ്രയാസമുണ്ടാക്കുന്ന ഒരു സാഹചര്യം മറ്റൊരു വ്യക്തിയിൽ നിന്നുണ്ടാകുമ്പോൾ ആ വ്യക്തിയോടുള്ള ക്ഷമിക്കുവാൻ കഴിയാതെ അതൊരു പകയായി, അത് വിദ്വേഷമായി, അത് പിന്നെ ആ പക തീർക്കുവാനുള്ള പ്രയത്നങ്ങളിലേക്ക് ആ വ്യക്തിയെ നയിക്കുകയാണ്. പലപ്പോഴും ഒരു അന്ധമായ ഒരു സാഹചര്യത്തിലേക്ക് ആ വ്യക്തി വരികയാണ്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ മറ്റൊരാളെ ദ്രോഹിച്ചാൽ, മറ്റൊരാളെ കൊല ചെയ്താൽ അതിനപ്പുറമുണ്ടാകുന്ന പ്രതിബന്ധങ്ങളെ അല്ലെങ്കിൽ പ്രതിസന്ധികളെക്കുറിച്ച് പോലും ചിന്തിക്കാൻ അനേകർക്ക് കഴിയാറില്ല. എങ്ങനെയെങ്കിലും ആ വ്യക്തിയെ വകവരുത്തുക, അവനെ ഉപദ്രവിക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി മുമ്പോട്ട് പോകുമ്പോൾ ബാക്കിയൊക്കെയും അവൻ മറന്നു പോവുകയാണ്. അത് കയ്പേറിയ അല്ലെങ്കിൽ കയ്പുള്ള വേര് മുളച്ച ഒരു സാഹചര്യമാണ് എന്ന് നമുക്ക് കാണുവാൻ തക്കോണം കഴിയും. നാം ചിന്തിച്ചേക്കാം, പലപ്പോഴും കൊലപാതകങ്ങളൊക്കെയും ചെയ്യുമ്പോൾ ഇതാരും ഈ കൊലപാതകം ചെയ്ത വ്യക്തിയെ പിടിക്കുകയല്ലെന്നോ അതിൻ്റെ പരിണിത ഫലം എത്ര വലുതാണെന്നോ ചിന്തിക്കാതെയാണോ ഇതൊക്കെയും ചെയ്യുന്നതെന്ന് നാം പലപ്പോഴും ചിന്തിക്കാം. നല്ലൊരു ശതമാനവും കുറ്റകൃത്യങ്ങൾ ചെയ്യുമ്പോൾ ഇപ്രകാരമുള്ള സാഹചര്യങ്ങളാണ്. ഇത് അതിൻ്റെ ഭവിഷ്യത്തുകളെപ്പോലും വകവയ്ക്കാതെ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കാതെ മനസ്സിൽ കയറിയ എന്തെങ്കിലും വൈരാഗ്യം അത് തീർക്കുവാൻ തക്കവണ്ണമുള്ള പരിശ്രമം ആ വ്യക്തിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നാം വായിക്കുകയാണ്, ദൈവകൃപ വിട്ട് പിന്മാറാതിരിക്കുവാൻ ഏതെങ്കിലും കയ്പുള്ള വേര് മുളച്ച് കലഹമുണ്ടാക്കി അനേകർ മലിനമാകാതിരിക്കുവാൻ സൂക്ഷിച്ചോളൂ. അപ്പോൾ ഒരു ദൈവകൃപയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം ഇത് ബാധകമാണ്. ദൈവകൃപയിൽ മുമ്പോട്ട് പോകുമ്പോൾ നമ്മുടെ സമാധാനം നഷ്ടപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഇപ്രകാരമുള്ള കയ്പേറിയ സാഹചര്യങ്ങളൊക്കെയും മറ്റുള്ളവരിൽ നിന്ന് നമുക്കുണ്ടായേക്കാം. പക്ഷേ എങ്ങനെയാണ് നാം അവിടെ അതിനെ നേരിടേണ്ടത്? അത് ക്ഷമിക്കുവാനും പൊറുക്കുവാനും നമുക്ക് കഴിയുന്നില്ല എങ്കിൽ അത് എത്ര വലിയ ഭവിഷ്യത്തുകളിലേക്ക് നമ്മെ നയിക്കപ്പെടും. കുറഞ്ഞ പക്ഷം ദൈവകൃപയിൽ നിന്ന് നാം വിട്ടകന്നു പോകും. ദൈവകൃപയിൽ നിന്ന് വിട്ടുപോയ ഒരു വ്യക്തിയുടെ ജീവിതം വളരെ പ്രയാസമാണ്. കാരണം ദൈവകൃപ അനുഭവിച്ചൊരു വ്യക്തി ദൈവകൃപ നഷ്ടപ്പെട്ടാൽ, അല്ലെങ്കിൽ ദൈവത്തോടു കൂടെ വസിച്ചിരുന്നൊരു വ്യക്തി ദൈവമില്ലാതെയുള്ള അവൻ്റെ സഞ്ചാരം വലിയ ആപത്താണ്, അപകടമാണ് എന്ന് തിരുവചനം നമുക്ക് പഠിക്കുമ്പോൾ കാണുവാൻ തക്കോണം കഴിയും. നാം ഈ തിരുവചനത്തിലേക്ക് നോക്കുമ്പോൾ സമാധാനത്തിൻ്റെ ഒരു അന്തരീക്ഷം ഉണ്ടാകണമെങ്കിൽ മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ നമുക്ക് കഴിയണം. അതൊരുപക്ഷെ നമ്മെ വേദനിപ്പിക്കുന്ന എന്തെങ്കിലും പ്രവൃത്തികൾ ചെയ്ത വ്യക്തി അല്ലെങ്കിൽ സംഭവങ്ങളാണെങ്കിൽ പോലും ആ വ്യക്തിയോട് നമുക്ക് ക്ഷമിക്കുവാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ ഈ കയ്പുള്ള വേര് നമ്മളിൽ മുളയ്ക്കാതെ
അതിനെ സമ്പൂർണ്ണമായും അതിജീവിച്ച് മുമ്പോട്ട് പോകാൻ തൊക്കെ നമുക്ക് കഴിയുകയുള്ളൂ. ഇപ്രകാരമുള്ള അവസ്ഥയെക്കുറിച്ചാണ് 14-ാം വാക്യത്തിൽ പറയുന്നത്. എല്ലാവരോടും സമാധാനത്തിൽ വർദ്ധിച്ച് വിശുദ്ധി പ്രാപിക്കുവാൻ ഉത്സാഹിക്കുവാൻ. അപ്പോൾ സമാധാനം മറ്റുള്ളവർ നമ്മുടെ ജീവിതത്തിൽ സ്നേഹത്തോടെയും ആദരവോടുകൂടിയും പെരുമാറുമ്പോൾ അവിടെ സമാധാനത്തിന് അർത്ഥമില്ല. സമാധാനത്തിന് അർത്ഥമുണ്ടാകുന്നത് നമ്മുടെ ജീവിതത്തെ പ്രയാസങ്ങളിലേക്ക് നയിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോഴും അവിടെ ആത്മസംയമനത്തോടുകൂടെ അത് ക്ഷമയോടെ അതിനെ നേരിട്ട് മുമ്പോട്ട് പോകുമ്പോഴാണ്. അങ്ങനെയുള്ള ഒരവസ്ഥ എല്ലാവരോടും സമാധാനത്തിൽ വർദ്ധിപ്പോൾ എല്ലാവരോടും ഒരു വ്യക്തിയോട് പോലുമില്ലാതെ സമാധാനത്തിൽ വർദ്ധിക്കുവാൻ നമുക്ക് കഴിയുമ്പോഴാണ് വിശുദ്ധിയിൽ വളരുവാൻ നമുക്ക് കഴിയുന്നത്. ആ വിശുദ്ധിയിലേക്ക് വളരണമെങ്കിൽ നമുക്ക് എളിമയുണ്ടെങ്കിൽ മാത്രമേ സാധ്യമാകുള്ളൂ. എളിമയില്ലാത്തതുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് ഈ സമാധാനത്തിൽ ജീവിക്കുവാൻ, സമാധാനത്തിൽ ഇടപെടുവാൻ നമുക്ക് കഴിയാത്തത്. പലപ്പോഴും മറ്റൊരു വ്യക്തി എന്തെങ്കിലും നമുക്കെതിരെ പറയുമ്പോൾ, പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ഈഗോ കാരണം പലപ്പോഴും അത് ക്ഷമിക്കുവാൻ തൊക്കെ നമുക്ക് കഴിയാറില്ല. അങ്ങനെയുള്ളൊരു സാഹചര്യം അത് വലിയ പ്രതിസന്ധിയിലേക്ക് നയിക്കപ്പെടും എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 26-ഉം 27-ഉം തിരുവചനത്തിലേക്ക് നാം വരുമ്പോൾ നാം ഇങ്ങനെ വായിക്കുന്നു: കോപിച്ചാൽ പാപം ചെയ്യാതിരിക്കുവിൻ, നിങ്ങളുടെ കോപം സൂര്യൻ അസ്തമിക്കുന്നതുവരെ നീണ്ടുപോകാതിരിക്കട്ടെ. കോപം എന്നുള്ളതൊരു വികാരമാണ്. അതെല്ലാ മനുഷ്യനിലുമുള്ള വികാരമാണ്. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ എല്ലാവരുടെയും ജീവിതത്തിലുണ്ടാകും. അതുകൊണ്ട് കോപിക്കരുതെന്നല്ല, പിന്നെയോ കോപിച്ചാൽ പാപം ചെയ്യാതിരിക്കുവാൻ. കോപം എന്നുള്ള വികാരം ഇല്ലാത്ത വ്യക്തികൾ ഇല്ല. അപ്പോൾ അത് ആ കോപം എന്താണ്? പാപത്തിലേക്ക് നയിക്കപ്പെടുവാൻ സാഹചര്യങ്ങൾ ഒരുക്കരുത് എന്നിവിടെ പറയുകയാണ്. അത് ചെയ്യാതിരിക്കണമെങ്കിൽ, അതൊരു പാപത്തിലേക്ക് പോകാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അപ്പോസ്തലനായ പൗലോസ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങളുടെ കോപം സൂര്യൻ അസ്തമിക്കുന്നത് വരെ നീണ്ടുപോകാതിരിക്കട്ടെ. അപ്പോൾ ഒരു വ്യക്തിയോട് കോപിച്ചാൽ ആ കോപം പിന്നെ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കരുത്. ആ ദിവസം അത് അവസാനിപ്പിക്കണം എന്നിവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ അത് ആരംഭിക്കേണ്ടത് നമ്മുടെ കുടുംബ ജീവിതത്തിലാണ്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുക സാധാരണമാണ്. 100% യോജിപ്പിൽ പോകുവാൻ ഒരു ദമ്പതിമാർക്ക് കഴിയില്ല. അഭിപ്രായ വ്യത്യാസങ്ങൾ എന്നുള്ളത് സാധാരണമാണ്. കാരണം ഓരോ വ്യക്തിയെയും ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് യുണീക്കാണ്. ഓരോ വ്യക്തിയുടെയും സ്വഭാവം വ്യത്യസ്തമാണ്. അതുകൊണ്ട് അത് കുടുംബജീവിതത്തിൽ തുടങ്ങേണ്ട ഒരു കാര്യമാണ്. ഭാര്യയ്ക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടാകാം, ഭർത്താവിന് ഭാര്യയുമായ അഭിപ്രായ വ്യത്യാസമുണ്ടാകാം, അല്ലെങ്കിൽ കോപിക്കുന്ന സാഹചര്യങ്ങളുണ്ടാകാം. അവിടെ ആ കോപം ആ രാത്രി കൊണ്ട് അവസാനിപ്പിക്കണം എന്ന് അപ്പോസ്തലൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ആ കോപം മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ അതെന്താണ് സംഭവിക്കുന്നതെന്ന് അടുത്ത വചനത്തിൽ നാം വായിക്കുകയാണ്: പിശാചിന് അവസരം കൊടുക്കരുത്. അപ്പോൾ ചിലപ്പോൾ ചില ദമ്പതിമാർ ഇഷ്ടപ്പെടാതെ അല്ലെങ്കിൽ കോപിച്ചാൽ അത് ദിവസങ്ങളല്ല, ചിലപ്പോൾ മാസങ്ങൾ പോലും മിണ്ടാതിരിക്കുന്ന ദാമ്പത്യ ജീവിതങ്ങൾ പോലും നാം ഒരുപക്ഷെ അതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടാകും. അപ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? പിശാചിന് നാം അവസരം കൊടുക്കുകയാണ്. അപ്പോൾ പിന്നെ അത് ന്യായീകരണമായി ഞാൻ ചെയ്തത് ശരിയാണ്, ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ ചെയ്തത് തെറ്റാണ് എന്നുള്ള ന്യായവാദവുമായി മുമ്പോട്ട് പോവുകയാണ്. അപ്പോൾ മറ്റൊരാൾ ക്ഷമ ചോദിക്കുന്നത് വരെ മിണ്ടാതെ അല്ലെങ്കിൽ വിദ്വേഷം മനസ്സിൽ വെച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന സാഹചര്യം. അവിടെ എന്താണ് സംഭവിക്കുന്നത്? പിശാചിന് നാം അവസരം കൊടുക്കുകയാണ്. ഭിന്നത ഉണ്ടാക്കുക എന്നുള്ളതാണ് അവൻ്റെ വലിയ തന്ത്രം. അപ്പോൾ ആദ്യമായി അവിടെ സംഭവിക്കുന്നത് ഭാര്യ ഭർത്താക്കന്മാർക്ക് ഇപ്രകാരമുള്ള സാഹചര്യത്തിൽ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുവാൻ കഴിയുകയില്ല. ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുവാൻ എന്ന് പറയുമ്പോൾ ഒരു മനസ്സോടുകൂടി അവർക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയുകയില്ല. അപ്പോൾ അവിടെ തന്നെ അവൻ ഭിന്നത സൃഷ്ടിക്കുകയാണ്. ആ പ്രാർത്ഥന അവസാനിപ്പിക്കുക, ഒരു കുടുംബജീവിതത്തിൻ്റെ പ്രാർത്ഥന നിർത്തുക എന്നുള്ളത് അവൻ്റെ ലക്ഷ്യമാണ്. ദൈവവുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കുക എന്നുള്ളത് അവൻ്റെ ലക്ഷ്യമാണ്. ആ ലക്ഷ്യത്തിൽ അവൻ വിജയിക്കുകയാണ്. പലപ്പോഴും നാം ചിന്തിച്ചേക്കാം ഞാൻ ജയിച്ചു, അല്ലെങ്കിൽ ഭാര്യ ചിന്തിച്ചേക്കാം ഭാര്യ ജയിച്ചു എന്ന് നാം കരുതുമ്പോൾ വാസ്തവത്തിലൂടെ ജയിക്കുന്ന ആരാണ്? പിശാചാണ്. പിശാച് നമ്മുടെ ബലഹീനതയിൽ അവിടെ അവൻ മുതലെടുക്കുകയാണ്. അവിടെ പരസ്പര സ്നേഹത്തിൽ ഒരു വിള്ളലുണ്ടാക്കുവാൻ, ഐക്യതയിൽ ഒരു വിള്ളലുണ്ടാക്കുവാൻ, കുടുംബജീവിതത്തിൻ്റെ ഭദ്രതയിലൊരു വിള്ളലുണ്ടാക്കുവാൻ അവന് കഴിയും. അതുകൊണ്ടാണ് അപ്പോസ്തലൻ വളരെ വ്യക്തമായിട്ട് പറയുന്നത്: കോപിച്ചാൽ പാപം ചെയ്യാതിരിക്കുവിൻ, നിങ്ങളുടെ കോപം സൂര്യൻ അസ്തമിക്കുന്നത് വരെ
നീണ്ടുപോകാതിരിക്കട്ടെ. കോപമെന്നുള്ളത് സാധാരണമാണ്. എന്നാൽ അതാ ദിവസം അതോടുകൂടി അവസാനിപ്പിച്ച് പിറ്റേ ദിവസമാവുമ്പോൾ ഭാര്യ ഭർത്താക്കന്മാർ, അതവിടെ മാത്രമല്ല, ഇനി സ്നേഹിതന്മാരായിരുന്നാലും സഹോദരന്മാരായിരുന്നാലും ആത്മീയ സഹോദരങ്ങളായിരുന്നാലും അല്ലെങ്കിൽ സമൂഹത്തിലുള്ള മറ്റു ഏത് വ്യക്തിയായിരുന്നാലും ഈ കോപം മനസ്സിൽ വെച്ചുകൊണ്ട് നാം മുമ്പോട്ട് പോയാൽ അത് പാപം ചെയ്യുവാൻ തക്കവണ്ണമുള്ള മുഖാന്തരങ്ങളിലേക്ക് ഒരുക്കപ്പെടും. പിശാച് അവിടെ വിജയിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയും. അതുമാത്രമല്ല, 29-ാം വാക്യത്തിൽ നാം വായിക്കുകയാണ്, കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കത്തക്കവണ്ണം ആത്മീയ അഭിവൃദ്ധിക്ക് ഉതകുന്ന നല്ല വാക്കല്ലാതെ യാതൊരു ദുഷിച്ച വാക്കും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. ചിലർ കോപിച്ചു കഴിയുമ്പോൾ പിന്നെ ഒരു നിയന്ത്രണവുമില്ലാതെയുള്ള വാക്കുകൾ, സംസാരങ്ങളാണ് അവരുടെ വായിൽ നിന്ന് പുറത്തു വരുന്നത്. അപ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഇവിടെ പറയുകയാണ്, കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കത്തക്കവണ്ണം ആത്മീയ അഭിവൃദ്ധിക്ക് ഉതകുന്ന നല്ല വാക്കല്ലാതെ യാതൊരു ദുഷിച്ച വാക്കും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. ഈ കോപം എന്തിലേക്കാണ് നയിക്കപ്പെടുന്നത്? കോപം വരുമ്പോൾ നിയന്ത്രിക്കുവാൻ കഴിയാതെ അല്ലെങ്കിൽ മറ്റേ ആളിനെ തോൽപ്പിക്കുവാൻ ഞാൻ ജയിക്കണം എന്നുള്ള തീരുമാനത്തോടു കൂടി വായിൽ വരുന്നതൊക്കെയും വിളിച്ചു പറയുക. അത് ഭാര്യയാകാം. ഭാര്യയോട് ചിലപ്പോൾ പഴയ കാര്യങ്ങൾ അല്ലെങ്കിൽ അവളുടെ മാതാപിതാക്കന്മാർ, അവരുടെ കുടുംബത്തിൻ്റെ കാര്യങ്ങളൊക്കെയും വിളിച്ചു പറയുന്ന ഭർത്താക്കന്മാരും അതുപോലെ തന്നെ ഭാര്യമാരും സമൂഹ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. അതുകൊണ്ട് വളരെ കർക്കശമായിട്ട് അപ്പോസ്തലൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. കോപം വരുമ്പോൾ എന്താണ് നാം അത്, കോപം എന്നുള്ളത് വ്യക്തികളിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ നമ്മുടെ ഒരു വികാരമാണ്. അപ്രകാരമുള്ള സാഹചര്യങ്ങളിൽ നാം അരുതാത്ത വാക്കുകൾ നമ്മുടെ വായിൽ നിന്ന് ഉച്ചരിക്കാതിരിക്കുവാൻ വളരെയധികം നാം ശ്രദ്ധിക്കണം എന്നിവിടെ തിരുവനന്തപുരം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. പലപ്പോഴും നാം കേട്ടിട്ടുണ്ട്, പറഞ്ഞ വാക്കും എറിഞ്ഞ കല്ലും തിരിച്ചെടുക്കുവാൻ കഴിയുകയില്ല. നാം ഒരു ദേഷ്യത്തിൽ അല്ലെങ്കിൽ ഒരു കോപിച്ചെന്തെങ്കിലും പറഞ്ഞ് വ്രണപ്പെടുത്തുന്ന, വേദനിപ്പിക്കുന്ന വാക്കുകൾ നമ്മുടെ വായിൽ നിന്ന് വരുമ്പോൾ അത് ചിലപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക്, നാം സ്നേഹിക്കുന്നവർക്ക് അത് എടുക്കുവാൻ കഴിയാത്ത ഒരു വലിയ മാരകമായ മുറിവുകളായിട്ടത് മാറും. അത് പക്ഷേ വർഷങ്ങളെടുക്കും ഒരു പക്ഷേ അപ്രകാരമുള്ള വാക്കുകൾ ഉണ്ടാകുന്ന ആ മുറിവുകൾ ഹീൽ ചെയ്യുവാൻ തക്കോണം. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണെന്ന് തിരുവചനത്തിലൂടെ അപ്പോസ്തലൻ നമ്മെ ഓർമ്മപ്പെടുത്താണ്. ഇവിടെയാണ് നാം പിശാചിന് അവസരം കൊടുക്കുന്നത്. എന്താണ്? നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ അത് ഭിന്നതയിലേക്ക് നയിക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുകയാണ്. അതുകൊണ്ട് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ, അനുദിന ജീവിതയാത്രയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അല്ലെങ്കിൽ മറ്റുള്ളവർ തമ്മിൽ ഉണ്ടാകുമ്പോൾ നമ്മുടെ വാക്കുകൾ എപ്പോഴും വളരെ സൂക്ഷ്മതയോടുകൂടി നാം ഉപയോഗിക്കണം എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്നിട്ട് പറയുന്നു 30-ാം വാക്യത്തിൽ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അപ്പോൾ ഈ പരിശുദ്ധാത്മാവ്, ദൈവകൃപയിലായിരിക്കുന്ന ഒരു വ്യക്തി ദൈവത്തിൻ്റെ ആത്മാവാൽ നയിക്കപ്പെടുന്നവനാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് ഇതിൽ വസിക്കുന്നത്. അപ്പോൾ ഈ കോപം വരുമ്പോൾ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ അത് ദൈവകൃപയിലല്ലാത്ത വാക്കുകളെങ്കിൽ അത് പരിശുദ്ധാത്മാവിനെയും ദുഃഖിപ്പിക്കും. മറ്റുള്ള വ്യക്തിയെ ദുഃഖിപ്പിക്കുന്നതോടൊപ്പം തന്നെ നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനെയും നാം ദുഃഖിപ്പിക്കും. ആ പരിശുദ്ധാത്മാവ് നമ്മളിൽ നിലനിൽക്കുകയില്ല. കാരണം വിശുദ്ധിയുടെ ആത്മാവാണ്, പരിശുദ്ധ ആത്മാവാണ്. ആ വിശുദ്ധിയുടെ ആത്മാവ് നമ്മളിൽ വസിക്കണമെങ്കിൽ നമ്മുടെ വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകളും ദൈവകൃപയോടുകൂടി ആയിരിക്കണം. അതുകൊണ്ടാണ് ഇവിടെ അപ്പോസ്തലൻ ഓർപ്പിക്കുന്നത്, കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കത്തക്കവണ്ണം ആത്മീയ അഭിവൃദ്ധിക്ക് ഉതകുന്ന നല്ല വാക്കല്ലാതെ യാതൊരു ദുഷിച്ച വാക്കും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. ദൈവത്തെ സ്തുതിക്കുന്ന ആ വായ അല്ലെങ്കിൽ ആ നാവ് കൊണ്ട് മനുഷ്യനെ ശപിക്കുന്നവരായി, മനുഷ്യനെ വേദനിപ്പിക്കുന്നവരായി നാം തീരരുത്. അപ്പോസ്തലനായ യാക്കോബ് ശ്ലീഹായുടെ ലേഖനത്തിൽ നാം അത് വായിക്കുന്നുണ്ട്. എന്താണ്? ഒരേ വായിൽ നിന്ന് നന്മയും തിന്മയും എങ്ങനെയാണ് പുറപ്പെടുക? ദൈവത്തെ സ്തുതിക്കുന്ന അതേ നാവ് മറ്റുള്ളവരെ ദുഷിക്കുന്ന വാക്കുകൾ നമ്മുടെ വായിൽ നിന്ന് ഉണ്ടാകരുതെന്ന് അപ്പോസ്തലൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ ഗിരിപ്രഭാഷണത്തിൽ കർത്താവ് വ്യക്തമായി നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം 5-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ തിരുവചനത്തിൽ നാം വായിക്കുകയാണ്, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ. 5-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. അപ്പോൾ സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ. ഇടർച്ചകൾ ഉണ്ടായിരിക്കുന്ന സാഹചര്യങ്ങളിൽ വ്യക്തികളെ തമ്മിൽ രമ്യപ്പെടുത്തുന്ന,
സമാധാനത്തിന് അന്തരീക്ഷം സൃഷ്ടിക്കുന്നവർ ഭാഗ്യവാന്മാർ. അവർ ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. ദൈവത്തിൻ്റെ മക്കൾ എന്ന ഒരു വലിയ പദവി അവർക്ക് ലഭിക്കുമെന്ന് അവിടെ കർത്താവ് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് കർത്താവ് പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ആത്മീയ ജീവിത യാത്രയിൽ ഇപ്രകാരമുള്ള സാഹചര്യങ്ങളൊക്കെയും സർവ്വസാധാരണമാണ്. ദൈവകൃപയിലായിരിക്കുന്ന ഒരു വ്യക്തി കോപിക്കരുത് എന്ന് പറയുവാൻ സാധ്യമല്ല. കോപം എന്നുള്ളത് ഒരു വികാരം, അത് പലപ്പോഴും നമ്മെ പെട്ടെന്ന് എന്തെങ്കിലും ഒരു പ്രതികരണം നമ്മെ വേദനിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു കാര്യമാണ്. അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ആ കോപം എന്താണ്? ആ കോപം അന്ന് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് അത് അവസാനിപ്പിക്കുകയും അത് മനസ്സിൽ വയ്ക്കാതെ മുമ്പോട്ട് പോവുകയും ചെയ്യണമെന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഇപ്രകാരമുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ ക്ഷമിക്കുവാനും പൊറുക്കുവാനും നമുക്ക് കഴിയുന്നില്ല എങ്കിൽ അത് വലിയ പ്രതിസന്ധിയിലേക്ക് നയിക്കപ്പെടും എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നാം സഭാപ്രസംഗി വായിക്കുമ്പോൾ സഭാപ്രസംഗി 7-ാം അധ്യായത്തിൻ്റെ 8ഉം 9ഉം തിരുവചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ഒരു കാര്യത്തിൻ്റെ ആരംഭത്തേക്കാൾ നല്ലത് അതിൻ്റെ അവസാനമാകുന്നു. ഗർവമാനസനേക്കാൾ ക്ഷമാമാനസൻ ശ്രേഷ്ഠൻ. അപ്പോൾ ക്ഷമിക്കുവാൻ നമുക്ക് കഴിയുന്നത് എങ്ങനെയാണ്? നമുക്ക് എളിമ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ്. എളിമയില്ലാതെ നമുക്ക് ക്ഷമിക്കുവാനായിട്ട് കഴിയുകയില്ല. ഞാൻ ചെയ്തതാണ് ശരി, ഇനി മറ്റൊരു വ്യക്തി ചെയ്തത് തെറ്റാണെങ്കിൽ പോലും അത് ക്ഷമിക്കുവാൻ നമുക്ക് കഴിയാത്തതിൻ്റെ കാരണം നമ്മുടെ ഈഗോയാണ്, നമ്മുടെ ഹൃദയത്തിൻ്റെ അഹങ്കാരമാണ്. അതുകൊണ്ട് ഇവിടെ തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്, ഒരു കാര്യത്തിൻ്റെ ആരംഭത്തേക്കാൾ നല്ലത് അതിൻ്റെ അവസാനമാകുന്നു. ഗർവമാനസനേക്കാൾ ക്ഷമാമാനസൻ ശ്രേഷ്ഠൻ. ക്ഷമിക്കുന്നവനാണ് ദൈവത്തിൻ്റെ മുമ്പിൽ ശ്രേഷ്ഠൻ. എന്നിട്ട് അടുത്ത വചനം നാം വായിക്കുകയാണ്: നിന്നിൽ ക്ഷിപ്രകോപം ഉണ്ടാകരുത്, കോപം ഭോഷന്മാരുടെ ഹൃദയത്തിൽ വസിക്കുന്നു. ക്ഷിപ്രകോപം നിന്നിൽ ഉണ്ടാകരുത്. സാധാരണ കോപമല്ല, ക്ഷിപ്രകോപം. കോപം വന്നു കഴിയുമ്പോൾ പിന്നെ നിയന്ത്രണമില്ലാതെ ചെയ്യുന്ന പ്രവൃത്തികൾ ഒരു വ്യക്തിയിലുണ്ടാകുമ്പോൾ ആ വ്യക്തിയാണ് ക്ഷിപ്രകോപമുള്ളവനായി കരുതപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ അത് നിന്നിൽ ഉണ്ടാകരുത് എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, ഇത് നമ്മുടെ ആത്മീയ ജീവിതത്തെ പൂർണ്ണമായും നശിപ്പിക്കുന്ന, ദൈവകൃപയിൽ നമ്മെ അന്യപ്പെടുത്തുന്ന ഒരു സാഹചര്യങ്ങളിലേക്ക് ഈ കോപമെന്ന ഒരു പ്രതിഭാസം നമ്മളെ നയിക്കുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എപ്പോഴും നാം ഇതിൽ വളരെ സൂക്ഷ്മതയുള്ളവരായിരിക്കണം എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. എബ്രായ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 4 മുതൽ 6 വരെയുള്ള തിരുവചനത്തിലേക്ക് നാം വരുമ്പോൾ, നാം ദൈവകൃപയിൽ ജീവിക്കുന്ന ഒരു വ്യക്തി ആ ദൈവകൃപയിൽ നിന്ന് ഇപ്രകാരമുള്ള പാപങ്ങളിലൂടെ അല്ലെങ്കിൽ പിശാച് സൃഷ്ടിക്കുന്ന പരീക്ഷണങ്ങളിൽ വീണു പോകുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നത് എത്ര വലിയ അനുഗ്രഹമാണെന്ന് നാം ചിന്തിക്കാറില്ല. എന്നാൽ എബ്രായ ലേഖനം 6-ാം അധ്യായം 4 മുതൽ 6 വരെയുള്ള തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്: ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയ ദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിൻ്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിൻ്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോയാൽ അവർ തങ്ങൾക്ക് വേണ്ടി ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവരും അവന് ലോകാപവാദം വരുത്തുന്നവരും ആകുന്നതുകൊണ്ട് അവരെ പിന്നെയും മാനസാന്തരത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുവാൻ സാധ്യമല്ല. ദൈവകൃപ അനുഭവിച്ച, ദൈവത്തോടു കൂടെ വസിക്കുന്ന, ദൈവിക അനുഭവത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി ആ ദൈവകൃപ നഷ്ടപ്പെട്ട് പാപത്തിൽ വീണ് അവൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചാൽ അവനെ വീണ്ടും മാനസാന്തരത്തിലേക്ക് മടക്കിക്കൊണ്ടുവരിക എന്നുള്ളത് അസാധ്യമാണ് എന്നിവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. കാരണം തങ്ങൾക്ക് വേണ്ടി ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവരും. അപ്പോൾ യേശു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടു. ആ പാപം അവന് എന്നേക്കും ക്ഷമിക്കുവാൻ തക്കവണ്ണം നമ്മുടെ പാപങ്ങളെ അവൻ ഏറ്റെടുക്കുകയാണ്. ആ യേശുവിനെ രുചിച്ചറിഞ്ഞ, ആ യേശുവിൻ്റെ സ്നേഹത്തെ രുചിച്ചറിഞ്ഞ, ദൈവകൃപ അനുഭവമാക്കിയ ഒരു വ്യക്തി ദൈവകൃപയിൽ നിന്ന് വീണ്ടും വീണുപോയാൽ അവനെ മടക്കിക്കൊണ്ടുവരിക എന്നുള്ളത് സാധ്യമല്ല എന്ന് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. വീണ്ടും നാം 8-ാം വാക്യത്തിൽ വായിക്കുന്നു: എന്നാൽ മുള്ളും ഞെരിഞ്ഞിലും മുളപ്പിച്ചാൽ അത് കൊള്ളരുതാത്തതും ശാപത്തിന് അടുത്തതുമാകുന്നു, ചുട്ടുകളയുകയത്രേ അതിൻ്റെ അവസാനം. അപ്പോൾ നമ്മുടെ ആത്മീയ ജീവിതം വളരെ സൂക്ഷ്മതയോടുകൂടി നാം മുമ്പോട്ട് പോകേണ്ട സാഹചര്യമാണ്. കാരണം ദൈവകൃപയിലേക്ക് വരിക എന്നുള്ളത് എല്ലാവർക്കും സാധ്യമല്ല. എൻ്റെ പിതാവിനാൽ ആകർഷിക്കാതെ ആർക്കും എൻ്റെ സന്നിധിയിൽ കടന്നു വരാൻ കഴിയുകയില്ല എന്ന് കർത്താവ് പറയുന്നുണ്ട്. കർത്താവ് തന്നെ പറയുന്നു, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു വലിയ
അനുഗ്രഹമാണ് ദൈവകൃപയിൽ ഒരു വ്യക്തി ആയിരിക്കുക എന്നുള്ളത്. അതെല്ലാവർക്കും നാം ഇന്ന് നമ്മുടെ ചുറ്റുപാടുകൾ നോക്കുമ്പോൾ ദൈവകൃപയിലായിരിക്കുന്ന വ്യക്തികൾ വളരെയധികം ഉണ്ടാകുകയില്ല. അപ്പോൾ അപ്രകാരം ദൈവകൃപയിലേക്ക് വരുവാൻ നമുക്ക് കഴിഞ്ഞത് ദൈവത്തിൻ്റെ വലിയ ദാനമാണ്. നമ്മുടെ ആരുടെയും മിടുക്കുകളല്ല, നമ്മുടെ സാമർഥ്യമല്ല, നമ്മുടെ യാതൊരു യോഗ്യതകളുമല്ല. ദൈവം നമ്മെ സ്നേഹിച്ചതുകൊണ്ട് ദൈവകൃപയിൽ നാം ആയിരിക്കുന്നു. ആ ഒരു വിളിയിൽ നാം ആയിരിക്കുമ്പോൾ ആ ദൈവകൃപയിൽ നമ്മുടെ ജീവിത അവസാനം വരെയും നിലനിൽക്കുവാൻ നമുക്ക് കഴിയണം. അതിന് തടസ്സങ്ങൾ സൃഷ്ടിക്കുന്ന, പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പിശാചിൻ്റെ പലതരങ്ങളിലുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ആത്മീയ ജീവിതത്തിലുണ്ടാകും. അവിടെ നാം വീണുപോയാൽ വിശുദ്ധിയിൽ വളരുവാൻ നമുക്ക് കഴിയുകയില്ല. ആ വിശുദ്ധിയിൽ വളരണമെങ്കിൽ ദൈവകൃപയിൽ നാം സമാധാനപ്രിയരായി, സമാധാനം സൃഷ്ടിക്കുന്നവരായി, സമാധാനത്തിൻ്റെ അന്തരീക്ഷം സൃഷ്ടിക്കുന്നവരായി തീരണം. അപ്പോൾ നമ്മളെ ദൈവകൃപയിൽ നിന്ന് അന്യപ്പെടുത്തുന്ന രീതിയിലുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ കോപിച്ചാൽ പോലും ആ കോപം നീണ്ടു നിൽക്കാതെ ക്ഷമിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ് ദൈവകൃപയിൽ നിലനിന്ന്, ദൈവിക അനുഗ്രഹങ്ങളിൽ നിലനിന്ന്, ദൈവസന്നിധിയിൽ പ്രാഗൽഭ്യമുള്ളവരായി നമുക്ക് ഈ ലോകത്ത് നിന്ന് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു പോകാൻ കഴിയുന്നത് എന്ന് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അതിനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അനുദിനം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.